ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ചിക്കൻ കട്ട്ലേറ്റാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു ചിക്കൻ കട്ട്ലേറ്റാണ് ഞാനിവിടെ നിന്ന് തയ്യാറാക്കുന്നത്. അപ്പം നമുക്ക് നോക്കിയാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത്, ഞാൻ ആദ്യം തന്നെ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ട് ഞാൻ അതൊന്ന് വേവിക്കാൻ വയ്ക്കും. ഉരുളക്കിഴങ്ങ് ഞാനിവിടെ ചെറിയ കഷ്ണം ഉരുളക്കിഴങ്ങ് 250 ഗ്രാം ഉണ്ട്, 3 എണ്ണം. അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞാൻ വേഗം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചിക്കനാണ്. ഞാൻ ബോൺലെസ് ചിക്കൻ 250 ഗ്രാം എടുത്തിരിക്കുന്നത്. നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പ്. പിന്നെ നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ ചിക്കനും നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നതും പിന്നെ ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്നതും സെയിം അളവാണ്. 250 ഗ്രാം ഉരുളക്കിഴങ്ങും പിന്നെ 250 ഗ്രാം ചിക്കനുമാണ്. അപ്പം നമ്മുടെ ചിക്കൻ നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, ഈ ചിക്കൻ വേവിച്ച പാത്രത്തിലേക്ക് തന്നെ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. രണ്ടും കൂടി ഒരു 1 ടേബിൾ സ്പൂൺ ഉണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ സെയിം അളവാണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ഇത് ഏകദേശം വഴന്നു വന്നത് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, പിന്നെ കുരുമുളക് പൊടി ഒരു 1 ടീസ്പൂൺ, നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടിയൊക്കെ. പിന്നെ ഗരം മസാല ഒരു 1 ടീസ്പൂൺ, പിന്നെ ചില്ലി പൗഡർ ഒരു 1/2 ടീസ്പൂൺ. കാരണം കുരുമുളക് പൊടി ഇടുന്നതുകൊണ്ട് നമുക്ക് മുളക് പൊടി അതിനനുസരിച്ച് ചേർക്കാം, അല്ലെങ്കിൽ എരിവ് കൂടിപ്പോകും. നമുക്ക് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ ഞാൻ വേവിച്ച ചിക്കൻ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ക്രഷറിലിട്ടായാലും മതി. അങ്ങനെ എടുത്തിട്ട് നമുക്കത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇപ്പം നമ്മുടെ ഈ സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഏകദേശം വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങും ഈ സമയം നമുക്ക് ഞാനിവിടെ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുകയോ ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താലും മതി. അതാണ് ഒന്നും കൂടെ നല്ലത്. ഞാൻ ഇതിപ്പോൾ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചങ്ങ് എടുത്തതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാരണം ഇങ്ങനെ ചേർക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ ഒരു ടേസ്റ്റ് കൂടെ ഉണ്ടെന്ന് തോന്നുന്നു, ഇങ്ങനെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ അടിച്ച് ചേർക്കുമ്പോൾ. അല്ല, നമുക്ക് നന്നായിട്ട് ഉടച്ചെടുത്ത് ചേർത്താലും മതി. കൈ കൊണ്ട് ഒരു സാധനം വെച്ച് ഉടച്ചെടുത്താലും മതി. ഇനി നമ്മളിതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഞാൻ ഇതിൽ എടുത്തിരിക്കുന്ന സാധനങ്ങൾ മഞ്ഞൾപ്പൊടിയല്ല, മൈദപ്പൊടി 1 കപ്പ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇതാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ഈ മഞ്ഞൾപ്പൊടിയിലിട്ട് എടുക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ മിക്സിയിലിട്ട് അടിച്ച് ചേർത്തതുകൊണ്ട് ഒരു ചെറുതായിട്ടൊരു പശ ഉള്ളതുകൊണ്ട് നമുക്ക് മൈദപ്പൊടിയിലിട്ടൊന്ന് ആക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അല്ല പിന്നെ അത് എപ്പോഴും കയ്യിലൊക്കെ പിടിക്കും. നമുക്ക് ഇതിങ്ങനെ ഉരുട്ടിയിട്ട് നമുക്ക് ഒരു കട്ട്ലറ്റിൻ്റെ ആകൃതിയിലൊരു പരത്തി എടുത്തിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് ഇത് ഇങ്ങനെ പരത്തിയെടുക്കാം. അല്ലെങ്കിൽ ഇത് എപ്പോഴും നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ ഉരുളക്കിഴങ്ങ് നമ്മളിങ്ങനെ ഉടച്ചെടുക്കുന്നതാണ് ഇച്ചിരിയും കൂടെ നല്ലത്. കാരണം എന്നാണ് ഇച്ചിരി നമ്മുടെ നന്നായിട്ടൊന്ന് കട്ടി കിട്ടും. അല്ലെങ്കിൽ ഇതിങ്ങനെ നമ്മുടെ കയ്യിൽ ഇത് എല്ലാം ഒട്ടിപ്പിടിക്കും. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ് ഈ ചിക്കൻ കട്ട്ലേറ്റ്. അത് നല്ല ടേസ്റ്റുമാണ്. ഇപ്പം ഇതിനകത്ത് ഞാൻ ഈ ഗ്രേവി തയ്യാറാക്കിയതിനകത്ത് ഞങ്ങൾ കറിവേപ്പിലയോ അല്ലെങ്കിൽ മല്ലിയിലയോ ഒന്നും അതൊക്കെ ചേർക്കുന്നത് നല്ലതാണ്. കറിവേപ്പിലയൊക്കെ ചേർക്കുന്നത് നല്ലതാണ്. നമുക്കിനി പരത്തി വെച്ചിരിക്കുന്ന ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്.
പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ബ്രെഡ് ക്രംസ് ആണ് അതിനകത്ത് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ ഓരോ ഉരുള മുട്ടയ്ക്കകത്ത് മുക്കിയിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് ബ്രെഡ് ക്രംസിൻ്റെ മുകളിൽ കൂടെ നന്നായിട്ടൊന്ന് പിടിപ്പിച്ചിട്ട് വേണം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഈ ബ്രെഡ് ക്രംസ് ഞാനിത് മേടിക്കുന്ന ബ്രെഡ് ക്രംസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ബ്രെഡ് ഉണ്ടെങ്കിൽ അത് പൊടിച്ചെടുത്താലും മതി. നമ്മളാക്കി വെച്ച എല്ലാ ഉരുളയും നമുക്കിങ്ങനെ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് മുട്ടയ്ക്കകത്തും ബ്രെഡ് ക്രംസിലും ആക്കിയിട്ട് നമുക്കിങ്ങനെ ആക്കി വെക്കാം. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഇത്ര ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളൊരു പാൻ അടുപ്പ് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിത് മറിച്ചിട്ടൊന്ന് കൊടുക്കാം. നമുക്കിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എന്താ പറയുക, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഗസ്റ്റ് എങ്ങനെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്നൊരു റെസിപ്പിയാണിത്. അപ്പം ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിങ്ങനെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഈ ഒരു കളറ് മതി. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്കെല്ലാവരും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീണ്ടും പുതിയ റെസിപ്പിയുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു.